എന്റെ വാപ്പ ഇന്നൊക്കെ ലീഗായി, എന്റെ കുടുംബമൊക്കെ ലീഗായി, ഓലെ വിളിച്ചപ്പോൾ ഞാൻ ഈ പരിപാടിക്ക് വന്നതാണ് എന്ന് ഉത്തരവിലിരുന്നു. അല്ല, ഓക്കെ, ഇന്ന നാട്ടിലെല്ലാവരും ലീഗാണ്, എന്റെ പഞ്ചായത്ത് മെമ്പർ ലീഗാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പോയി പറയാനുള്ളത് ലീഗിനോടാണ്, അല്ലെങ്കിൽ പ്ലസ് ടു 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടുവിന് സീറ്റ് വേണം, അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് സീറ്റ് വേണം. അപ്പൊ അത് പറയാനുള്ളത് ലീഗിന്റെ നേതാക്കളായതുകൊണ്ട് ഞാൻ ലീഗായി. എന്റെ നാട്ടിലെ ഏറ്റവും വലിയ പാർട്ടി ലീഗാണ്. ഓടി വാ ഇവിടെ വേറെ ചോദിച്ചിട്ടുണ്ടോ? ഇതോ ഇല്ല, അല്ലാതെ ഇരുന്ന് ചോദിച്ചപ്പോ വാ കമോ പെട്ടെന്ന് വാ. ഈ ഉത്തരം പറഞ്ഞു അവസാനിപ്പിക്കാം. നമ്മൾ എന്തിനാണ് ലീഗായത്, എന്തിനാണ് അന്ന് യോഗത്തിന് വന്നത്, അത് രണ്ടും ഒരു ഉത്തരമാണ്. ആ ഒരു ഉത്തരം പറയാൻ അവസാനിപ്പിക്കാം. പേര് നല്ല കയ്യോട്. ഈ പ്രസ്ഥാനത്തോട് ഇഷ്ടമുണ്ട്, ഇതിന് ഇഷ്ടമുണ്ട്. നല്ല കയ്യോട്. നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത് CHO CD സാഹിബൊക്കെ അതുകൊണ്ട് വന്നതാണ്. ഇനി ഞാൻ പറഞ്ഞാലേ എന്തിനാ ലീഗ് ആവേണ്ടത് ഞാൻ പറയട്ടെ. ഇനി ആര് ചോദിച്ചാലെങ്കിൽ പറയണം ഞാൻ എന്തിനാ ലീഗായെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവണം, ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞുതരാം. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഗവൺമെന്റ് സ്കൂൾ പഠിച്ചവരല്ലോ എല്ലാവരും? ആണോ? ഭൂരിപക്ഷം അല്ലേ? ഫീസ് കൊടുത്തു ഗവൺമെന്റ് സ്കൂളിൽ? ഫീസ് കൊടുത്തില്ലല്ലോ. പൈസ പോലെ ഫീസ് കൊടുത്ത് പഠിക്കും. പൈസ ഇല്ലാത്ത സാധാരണ നമ്മളൊക്കെ പഠിക്കേണ്ടത്. ഞാനും ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാ, അല്ലേ പഠിച്ചേ? പൈസ കൊടുത്തില്ലല്ലോ. എന്നാ എന്തിനാ ഞാൻ ലീഗായെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ സൗജന്യമായി ഗവൺമെന്റ് സംവിധാനം ഉണ്ടാക്കി തന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന അഭിമാനത്തോട് പറയണം. ഇത് നല്ല കൈയ്യുള്ളത്. എന്തിനാ ലീഗായെന്ന് ചോദിച്ചാൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ചത് അവസരം ഉണ്ടാക്കി തന്ന ലീഗാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. +1 +2 പഠിക്കുന്നവരൊന്ന് കൈയൊന്നിച്ചേ. ഓക്കെ, താതികോ. ഈ +1 +2 നിങ്ങൾ പഠിക്കുമ്പോ ഗവൺമെന്റ് സ്കൂളിൽ ഫീസ് കൊടുക്കണോ? ഇവിടെ MSFന്റെ ഭാരവാഹികളൊക്കെ മുസാഫിറൊക്കെ അവിടെ ഉണ്ട്, ജയിലിൽ പോയി വന്നതാണ് അല്ലേ? അവർ കഴിഞ്ഞ വർഷം ജയിലിൽ പോയി. എന്തിനാണെന്നറിയോ? എന്തിനാ ജയിലിൽ പോയത്? +1 സീറ്റ് വേണം മലപ്പുറത്ത് എന്ന് പറഞ്ഞു. എന്തിനാ പറ? +1 സീറ്റ് വേണം. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് പഠിക്കാൻ നമുക്ക് സീറ്റ് വേണ്ടേ? വേണോ? വേണ്ടേ? സീറ്റ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ സീറ്റില്ല. അപ്പൊ സമരം ചെയ്ത് ജയിലിൽ പോയി. ജയിലിൽ പോയപ്പോ കോടതിയിലെത്തി. കോടതി പറഞ്ഞു എന്താ ഇവരെ പ്രശ്നം? അപ്പൊ നമ്മളെ വക്കീല് പറഞ്ഞു ഇവര് +1 സീറ്റ് ഇല്ലാഞ്ഞിട്ട് സമരം ചെയ്തതാണ്. അപ്പോ പാട്ടുകാർ സെറ്റ് ചെയ്തോ, +1 സമരം ചെയ്തപ്പോ സീറ്റിന് വേണ്ടി പോയതാണ്. കേൾക്കണ്ടോ? ഉപ്പ സെറ്റോ 2 മിനിറ്റ് കേൾക്കണ്ടോ ഞാൻ പറഞ്ഞേ? ഹലോ എന്നാ കേൾക്ക്. അപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സീറ്റ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ കോടതി പറഞ്ഞു 10ാം ക്ലാസ് ജയിച്ചവർക്കൊക്കെ സീറ്റ് കൊടുക്കണം. എന്താ പറഞ്ഞേ? 10ാം ക്ലാസ് ജയിച്ചവർക്കൊക്കെ സീറ്റ് കൊടുക്കണം. എന്നിട്ട് കോടതി പറഞ്ഞാൽ അറിയോ? 10ാം ക്ലാസ് ജയിച്ച കുട്ടിയുടെ ഉമ്മയുടെ ബാധ്യതയല്ല അവനെ പഠിപ്പിക്കൽ, ബാപ്പയുടെ ബാധ്യതയല്ല അവനെ പഠിപ്പിക്കൽ. പിന്നെയോ അത് സർക്കാരിന്റെ ബാധ്യതയാണ്. അത് സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞു അല്ലേ? സർക്കാരിന്റെ ബാധ്യതയാണ്. നിങ്ങളൊക്കെ പഠിപ്പിക്കേണ്ട ബാധ്യത ആരാണ്? അത് ബാപ്പാന്റെ ഉമ്മാന്റെ അല്ല. കോടതി പറയാൻ അത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. സർക്കാർ നിങ്ങളെ പഠിപ്പിച്ചിരിക്കണം. ആ നിയമം പാസാക്കിയ രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് ET മുഹമ്മദ് ബഷീർ എന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് എന്ന് അഭിമാനത്തോടു കൂടി പറയണം. അപ്പൊ എവിടെ എത്തി? കണ്ണൂർ യൂണിവേഴ്സിറ്റി ET മുഹമ്മദ് ബഷീർ എന്ന ലീഗ് നേതാവ് ഉണ്ടാക്കിയതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CH മുഹമ്മദ് കോയ എന്ന ലീഗ് നേതാവ് ഉണ്ടാക്കിയതാണ്. മലയാളം സർവകലാശാല പ്രിയങ്കരനായ PK അബ്ദുറഹ്മാൻ എന്ന ലീഗ് നേതാവ് ഉണ്ടാക്കിയതാണ്. സംസ്കൃത സർവകലാശാല ET മുഹമ്മദ് ബഷീർ എന്ന ലീഗ് നേതാവ് ഉണ്ടാക്കിയതാണ്. കുസാറ്റ് യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി പ്രിയങ്കരനായ CH മുഹമ്മദ് കോയ എന്ന ലീഗ് നേതാവ് ഉണ്ടാക്കിയതാണ്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പ്രിയങ്കരനായ PK അബ്ദുറഹ്മാൻ എന്ന മുസ്ലിം ലീഗ് നേതാവ് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഉണ്ടാക്കിയത് ലീഗാണ്. എന്തിനാ നമ്മൾ ലീഗാകുന്നതെന്ന് ചോദിച്ചാൽ എന്റെ കുടുംബം ലീഗായതുകൊണ്ട് ഞാൻ ലീഗായി എന്ന് ഇനി ആരെങ്കിലും ഉത്തരം പറയോ? ഇല്ല, പറയരുത്. എന്റെ പഞ്ചായത്ത് മെമ്പർ ലീഗാണ്. അടുത്ത വർഷം +1 സീറ്റ് കിട്ടണമെങ്കിൽ കുഞ്ഞാപ്പാക്ക് ഒരു സ്കൂളുണ്ട്, അവിടെ കത്ത് കൊടുക്കണമെങ്കിൽ ഞാൻ ലീഗാവണം, അല്ലെങ്കിൽ സീറ്റ് കിട്ടൂല, അതുകൊണ്ട് ഞാൻ ലീഗായി എന്ന് പറയരുത്. ഞാൻ എന്തിന് ലീഗായി എന്ന് ചോദിച്ചാൽ എന്നെ ഞാനാകാൻ പഠിപ്പിച്ച, അതിന് സൗകര്യം നൽകിയ CHും CD സാഹിബും പിടിച്ച, പ്രിയങ്കരനായ മുൻഗാമികളായ നേതാക്കന്മാരെ പിടിച്ച ആ കൊടിയുടെ രാഷ്ട്രീയത്തെയാണ് എന്നെ ലീഗാക്കിയത് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സെറ്റ് ചെയ്യുന്നവരെ ഞാൻ പറയട്ടെ.
ബോറടിപ്പിക്കണ്ടല്ലോ. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളൊക്കെ നാട്ടിൽ പള്ളിയുണ്ടോ? നിങ്ങൾക്ക് പേരിൽ നാട്ടിൽ സ്ഥലമുണ്ടോ? നിങ്ങളുടെ പേരിൽ സ്ഥലമുണ്ടോ? വാപ്പാനി നിങ്ങളുടെ പേരിൽ ഇല്ലല്ലേ? നിങ്ങളുടെ പേരിൽ സ്ഥലമുണ്ട് നിങ്ങളുടെ നാട്ടിൽ. നിങ്ങളറിയത് എവിടെയെന്നറിയോ? പള്ളിക്കാട്ടിൽ ഒരു 6 അടി മണ്ണുണ്ട്, അത് നിങ്ങൾക്കുള്ളതാണ് അല്ലേ? അതിന് ആധാരങ്ങളുടെ പേരിലല്ല, അതിന് നികുതിയും നിങ്ങൾ അടയ്ക്കണ്ട, അതൊക്കെ പള്ളി കമ്മിറ്റി അടയ്ക്കും. പക്ഷെ മരിച്ചാൽ ഒരു 6 അടി മണ്ണ് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നു. ഏതാ നിയമം അറിയോ? രാജ്യത്ത് ഉറക്കെ പറ, വഖഫിന്റെ നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന് പ്രശ്നം എന്താ? കുറേ പ്രശ്നമുണ്ട്, ഞാൻ അതൊന്നും പറയില്ല. ഒരു പ്രശ്നം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താ ഒരു പ്രശ്നം അറിയോ? നിങ്ങളെ പള്ളിക്കാട്ടിലെ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് കിടക്കാനുള്ള നിനക്ക് അവകാശപ്പെട്ട 6 അടി ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമി എന്റേതാണെന്ന് പറഞ്ഞ് ഞാൻ നാളെ പോയി ഒരു പരാതി കളക്ടറിൽ കൊടുത്താൽ പിന്നെ നിങ്ങളുടെ മയ്യത്ത് അവിടെ വെക്കാൻ പറ്റില്ല. നിങ്ങളുടെ നാട്ടിലെ പള്ളി ഖബർസ്ഥാൻ നിങ്ങളുടെ മയ്യത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എവിടെ വെക്കും? വീട്ടിലെ പറമ്പിൽ വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റുമോ? പിന്നെ എന്തു ചെയ്യും? ഭയാനകമായ ഒരു ചോദ്യമാണ് അല്ലേ? എനിക്ക് അവകാശപ്പെട്ട എന്റെ നാട്ടിലെ 6 അടി മണ്ണിന്റെ പേരാണ് എന്റെ ഖബർസ്ഥാനുള്ള എന്റെ പള്ളിക്കാട്ടുള്ള സ്ഥലം. ആ സ്ഥലം ആരെങ്കിലും ഒരാൾ ഒരു വെള്ള പേപ്പറിൽ ഒരു ആധാരമില്ല ഇത് ഇന്റേതാണെന്ന് കളക്ടറേറ്റ് പോയി പറഞ്ഞാൽ നാളെ മുതൽ അവിടെ മയ്യത്ത് വെക്കാൻ പറ്റില്ല. അതിന് പേരിൽ കോടതിയിൽ കേസ് എടുക്കുക. നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കണ്ടാവും അല്ലേ? കേസ് എടുക്കുന്ന അറിയോ? കേസ് അടക്കുമ്പോൾ 84 ആളുകൾ അറച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര പേര്? 84 ആളുകൾ. അതിന് ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പുറത്തോ കുറേ മതസംഘടനകളുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ട്, മുജാഹിദ് ഉണ്ട്, അതുപോലെ തന്നെ കേരള നദ്വത്ത് മുജാഹിദിനുണ്ട്, ആളിന്റെ പ്രസ്, കുറേ സംഘടനകളുണ്ട്. 84 സംഘടന ഉണ്ട്. ലീഗ് മാത്രമായിട്ട് ചെയ്ത് വല്ല കാര്യമുണ്ടോ? 84 പേരിൽ 83 പേര് അപ്പുറത്തുണ്ട്. ഒന്നേ ലീഗുള്ളൂ. ഇനി ലീഗ് പോയില്ലെന്ന് വിചാരിക്കാം, ബാക്കി 83 പേരിൽ ആര് പോയാലും ആ കേസ് കോടതി നടക്കും അല്ലേ? നടക്കൂലേ? പക്ഷെ 84 പേര് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാ നേരത്തെ നജാഫോടെ പറഞ്ഞത്. 84 പേര് പറഞ്ഞ എന്താണെന്നറിയോ? നിന്റെ നാട്ടിലെ നിന്റെ പള്ളിക്കാട്ടിലെ നിന്റെ 6 അടി മണ്ണ് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ നിന്റെ മയ്യത്ത് വെക്കാൻ ഇടവില്ലാതാകുന്ന നിന്റെ നാട്ടിലെ പള്ളി ഖബർസ്ഥാനെ കുറിച്ച് 84 പേർ കോടതിയിൽ പോയിട്ട് ചോദ്യം ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞത് നേരത്തെ നജാഫ് പറഞ്ഞ ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26, ആർട്ടിക്കിൾ 27, ഈ 3 നിയമം, ആർട്ടിക്കിൾ 27 വരെയുള്ള ഈ 25 മുതൽ 30 വരെയുള്ള 5 വകുപ്പുകൾക്കെതിരാണ് എന്ത്? വഖഫ് നിയമം. അതുകൊണ്ട് ഗവൺമെന്റിനോട് അത് നടപ്പിലാക്കരുതെന്ന് പറയണം കോടതി എന്നാണ് 84 പേര് പറഞ്ഞത്. എത്ര പേര് പറഞ്ഞത്? 84 പേര് പറഞ്ഞത്. അപ്പൊ പിന്നെ ലീഗ് പറയുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തിനാ ഞാൻ ലീഗ് ആവണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയണം. ആ 84 പേര് പറഞ്ഞ ഈ 5 വകുപ്പ് രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എഴുതി ചേർത്ത രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ അഭിമാനത്തോടു കൂടി പറയണം. എന്ന് വെച്ചാൽ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് പഠിക്കാൻ സ്കൂളുകൾ ഉണ്ടാക്കിയ ലീഗ് ഇല്ലേ? നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യം ഉണ്ടാക്കിയത് ലീഗ്. നിങ്ങൾ ജനിച്ച ശേഷം നേരത്തെ നജാഫ് പറഞ്ഞല്ലോ, ജോലിയിലേക്ക് പോകുമ്പോൾ നാളെ പഠിക്കെന്ന് പറയാൻ ഒരു 100 ആൾ KSRTCയിലേക്ക് ജോലിക്ക് വരണം, ഞങ്ങൾ ഗവൺമെന്റ് എടുത്തിരുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? അതിൽ 12 പേര് ആരായിരിക്കണം? മുസ്ലിം സമുദായത്തിലായിരിക്കണം. അതാണ് സംവരണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിച്ചൊരു പാർട്ടി, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ ജോലിയെ കുറിച്ച് ആലോചിച്ചൊരു പാർട്ടി, നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ മയ്യത്ത് വെക്കുന്ന ഖബർസ്ഥാനെ കുറിച്ചും ആലോചിച്ച ഒരു പാർട്ടി. ആ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയണം. അത് എന്റെ വാർഡ് മെമ്പർ ലീഗായതുകൊണ്ട് ഞാൻ ലീഗായതല്ല. എന്റെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് ഏതെങ്കിലും +1 സീറ്റിന് വേണ്ടി ഞാൻ ലീഗായതല്ല. ഇവിടെ ബൈക്കിൽ വെച്ച് 3 ആളെ വെച്ച് പോകുമ്പോ ബൈക്കിൽ പോലീസ് പിടിപ്പിക്കുമ്പോ MA അസീസ് സാഹിബിനോടോ അല്ലെങ്കിൽ അൻവറിനോടോ സൈദുൽബാക്കിനോടോ പറഞ്ഞാൽ ഒരു 500 രൂപ പോലീസിന് കൊടുത്തേക്ക് ഞാൻ സെറ്റിൽമെന്റ് നടത്തിയെന്ന് പറഞ്ഞാൽ പുല്ല് ഇത്രയും കാലം ഞാൻ MSFന് വേണ്ടി നടന്നിട്ട് ഈ 500 രൂപ ഞാൻ പോലീസിന് കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോ ആ 500 രൂപ പോലീസിന് കൊടുക്കണോ എന്ന് ചോദിച്ച് അരക്കട്ടയിൽ MSFന്റെ മെമ്പർഷിപ്പ് വലിച്ചു കീറുമ്പോ നിന്നോട് പറയുന്നത് ആ പോലീസ് സ്റ്റേഷനിൽ 3 വെച്ച് ബൈക്കിൽ പോകുന്ന നിന്നെ ഇറക്കാനുള്ള പാർട്ടിയുടെ പേരല്ല ലീഗ് എന്ന് പറയുന്നത്. ആ പോലീസിലേക്ക് 12% റിസർവേഷൻ ഉണ്ടാക്കി പോലീസാക്കാനുള്ള പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നീ എഴുതി വെക്കണം.